ഹായ് ഫ്രണ്ട്സ്, സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഷയം കിച്ചൺ കബോർഡിൽ എങ്ങനെയാണ് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. എത്ര ചെറിയ കിച്ചണാണേലും രണ്ടിരട്ടി സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വയ്ക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സാധാരണ രീതിയിലുള്ള കിച്ചൺ കബോർഡ് ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേറ്റ് ബാസ്ക്കറ്റും കട്ട്ലറി ബാസ്ക്കറ്റും മാത്രമായിരിക്കും കിച്ചണിൽ പിടിപ്പിക്കുന്നത്. ബാക്കി വരുന്ന ഭാഗം മുഴുവനും ഡോറുകളാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് സാധാരണയായി മിക്ക വീടുകളിലും കണ്ടുവരുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായി എത്ര ചെറിയ കിച്ചണാണെങ്കിലും കൂടുതൽ ഡ്രോയറുകൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലെയിൻ ബാസ്ക്കറ്റുകളും ആഡ് ചെയ്യണം. എൽ ഷേപ്പിലുള്ള കിച്ചൺ കബോർഡാണ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളത് എങ്കിൽ കോർണറിൽ ഒന്നുകിൽ കെറോസിൽ എന്ന യൂണിറ്റ് പിടിപ്പിക്കണം. അതല്ലെങ്കിൽ കോർണറിൽ ഡ്രോയറുകൾ പിടിപ്പിക്കണം. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ കെറോസിൽ യൂണിറ്റിനേക്കാളും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നത് ഡ്രോയറുകൾ പിടിപ്പിക്കുമ്പോഴാണ്. ഈ ഒരു കോർണറിൽ നമുക്ക് 3 ഡ്രോയറുകൾ വീതം പിടിപ്പിക്കാൻ സാധിക്കും. ഈ യൂണിറ്റുകൾ പിടിപ്പിക്കാത്ത കിച്ചൺ കബോർഡാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളുടെ കിച്ചണിലെ ആ കോർണറിലെ ഡോർ ഒന്ന് തുറന്നു നോക്കൂ. അപ്പോൾ മനസ്സിലാകും അതിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഇനി അടുത്തതായിട്ട് കിച്ചൺ യൂണിറ്റിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ടോൾ യൂണിറ്റുകൾക്കാണ്. ഈ ഒരു ടോൾ യൂണിറ്റ് മാത്രം മതി ഒരു വലിയ കബോർഡിൽ വയ്ക്കുന്ന സാധനങ്ങളെല്ലാം ഈ ഒരു ചെറിയ ടോൾ യൂണിറ്റിൽ വെക്കുവാൻ സാധിക്കും. ടോൾ യൂണിറ്റിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുവാൻ സാധിക്കും. ഏതാണ്ട് 10,000 രൂപ മുതൽ ഈ യൂണിറ്റ് കിട്ടുന്നതാണ്. വില കൂടുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഭംഗിയും കൂടും. അപ്പോൾ എത്ര ചെറിയ കിച്ചണാണേലും കൂടുതൽ ബാസ്ക്കറ്റുകൾ ആഡ് ചെയ്യുക, കൂടുതൽ ഡ്രോയറുകൾ ആഡ് ചെയ്യുക, കൂടുതൽ കട്ട്ലറി ബാസ്ക്കറ്റുകൾ ആഡ് ചെയ്യുക, പുൾ ഔട്ട് യൂണിറ്റ് ആഡ് ചെയ്യുക, അതേപോലെ ടോൾ യൂണിറ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ഐറ്റമാണ് ഇന്നോടെക്കുകൾ. ഇന്നോടെക്ക് എന്ന പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ഡ്രോയർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്സസറിയാണ് ഇന്നോടെക്ക്. ഈ ഒരു ഇന്നോടെക്കിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 3,500 രൂപ മുതൽ കിട്ടുന്നതാണ്. അത് ബ്രാൻഡഡ് കമ്പനികളുടെയാണ് ഈ പറയുന്നത്. കാരണം എപ്കോ, ഹാഫ്ലെ പോലുള്ള കമ്പനികളുടെയാണ് ഈ റേറ്റ് ഞാൻ പറഞ്ഞത്. അതിൽ കുറഞ്ഞ കമ്പനികൾ കാണുമായിരിക്കും. ഒരു ഇന്നോടെക്കിൽ നമുക്ക് 30 കിലോ ഭാരം വരെ വയ്ക്കുവാൻ സാധിക്കും. കിച്ചൺ കബോർഡിൽ ഏറ്റവും അഡ്വാൻറ്റേജായ ഒരു ഐറ്റമാണ് ഇന്നോടെക്ക്. ഇത് തീർച്ചയായും പുതിയതായിട്ട് ചെയ്യുന്ന കിച്ചൺ കബോർഡുകളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.
അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻറ്റീരിയൽ സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. കൂടുതൽ അറിവുകളും ലഭിക്കും. കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻറ്റീരിയൽ സംബന്ധമായ നിങ്ങളുടെ തെറ്റിദ്ധാരണകളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ആശങ്കകളും മാറിക്കിട്ടാൻ ഈ ചാനൽ, എൻ്റെ ഈ സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. കൂടുതൽ നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതാണ്.